അപ്പം നമ്മുടെ ഓണക്കോടി പർച്ചേസിങ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ശ്രീജ ഇങ്ങനെ ഓരോ കടകളിലും കയറി ഇറങ്ങി എന്നെയും കൊണ്ടുപോയി ഓരോ കടകളിലും കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഓണ ടൈമിൽ ഇങ്ങനെ കടകളിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓണത്തിൻ്റേതായിട്ടുള്ള ട്രഡീഷണൽ ഡ്രസ്സും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും ഈ ടൈമിലാണ്. നമ്മുടെ പട്ടുപാവാടയും ധാവണിയും പിന്നെ നമ്മുടെ സെറ്റ് സാരിയും ഒക്കെ നമ്മുടെ കടകളിലൊക്കെ നിറഞ്ഞിങ്ങനെ തുളുമ്പി ഇങ്ങനെ നമ്മുടെ ബൊമ്മയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ എനിക്കിതാ ഇവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ കണ്ണുടക്കിയത് ഈ ഒരു ത്രെഡ് വർക്കുള്ള ഒരു ടോപ്പിലായിരുന്നു. കാണുമ്പോൾ അത് പിള്ളേരുടെ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ എനിക്ക് വലിയ ആൾക്കാരുടെ ഒരു ടൈപ്പിലോട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശ്രീജാക്ക് അത് പെർഫെക്റ്റും ആയിരുന്നു. നല്ല സൂപ്പർ കിടിലൻ ത്രെഡ് വർക്ക് വരുന്ന ഒരു പട്ടുപാടയായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ശ്രീജയ്ക്ക് വെച്ച് നോക്കിയിട്ട് ശ്രീജയ്ക്ക് കറക്റ്റുമായിരുന്നു. അപ്പോൾ അധികം പൊക്കമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിട്ടുള്ള ഇതായിരുന്നു. പക്ഷേ ഞങ്ങളത് എടുത്തില്ല, ചുമ്മാ ഒരു പ്രകസനം എടുത്ത് വെച്ച് നോക്കിയെന്നും മാത്രം. പിള്ളേർക്ക് രണ്ടുപേർക്കും ഓരോ മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവർക്ക് ഓണമുണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതൊക്കെ പാക്ക് ചെയ്യുന്ന സമയം കൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഒരു ലുക്ക് ഔട്ടൊക്കെ നടത്തിയത്. അപ്പോൾ എന്തായാലും ഒരുപാട് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കളക്ഷൻ ആ കടയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു കടയാണ് ഷിറ്റോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഓണമുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണം പർച്ചേസിങ് ഇങ്ങനെ നടക്കും.